പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. എന്നാൽ അതുമായി ബന്ധമുള്ളവയാണ് ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഇത് മൂന്നും സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമുള്ളവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒന്നും മൂന്നും മാത്രം. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. ഇത് രണ്ടുമാണ് ഉൾപ്പെടുന്നത്. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദിസ് ഈസ് നോട്ട് എ ബ്യൂറൽ, ഇറ്റ്സ് എ റിസ്യൂറക്ഷൻ. അടുത്ത നാലാമത്തെ ചോദ്യവും അഞ്ചാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തതാണ്. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 4 മാത്രമാണ് ശരിയല്ലാത്തത്. എന്നാൽ ശരിയായ പ്രസ്താവനകൾ നോക്കാം. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമർ ഗാൽഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാഴ്സ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉഷ്ണകാലം. ദേശീയ ജലപാത 1 അല്ലെങ്കിൽ NW1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാൽഡിയ മുതൽ അലഹബാദ് വരെ. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അതാണ് ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. എന്നാൽ ശരിയായിട്ടുള്ളവയാണ്, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇത് മൂന്നും ഹിമാലയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗോതമ്പ്. പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കാവേരി. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് വരെ. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3, 4 എന്നിവ. സിന്ധു, നർമ്മദ, പെരിയാർ. ഇത് മൂന്നും അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 21A.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അരുൺ കുമാർ മിശ്ര. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ആൻസർ ഓപ്ഷൻ ബി ആണ് 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കൈലാസ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗാളി. ഇന്ത്യ ഗവൺമെന്റ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവന 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ് എന്നിവർ തീവ്രവാദ വിഭാഗങ്ങളിൽ വരുന്നവരാണ്. സുരേന്ദ്രനാഥ ബാനർജി മിതവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. നല്ലത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഝാൻസി റാണി ലക്ഷ്മിഭായ്, കാൺപൂർ നാനാ സാഹിബ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നതും ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഇത് രണ്ടുമാണ് ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. BP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലായും ടാഗോർ ആണ് രചിച്ചത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്.
വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഇത് രണ്ടുമാണ് വർത്തമാന പത്രവുമായി ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണിയമ്മ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡി. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. പമ്പ പുളിച്ചുമല, ചാലക്കുടി പുഴ ആനമല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചുമലയിൽ നിന്നും, ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ഗോവ, കർണാടകം. ഇത് രണ്ടുമാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ തന്നിട്ടുള്ളതിൽ. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹിക സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹിക സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശൂരിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഡോക്ടർ AR മേനോൻ ആരോഗ്യമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് ശരി. വൈകുണ്ഠസ്വാമികൾ, അഖില തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം. ഇത് രണ്ടുമാണ് ശരിയായ ജോഡി. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവമേനോനാണ്. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഋതുമതി, പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായർ. ചിന്മയാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് ബാലകൃഷ്ണ മേനോൻ.
വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. TK മാധവൻ, KP കേശവമേനോൻ. ഇവർ രണ്ടുപേരുമാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യ ജനസംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 1.25 കോടി മലയാളികൾ, കേരളം, മലയാളികളുടെ മാതൃഭൂമി. ഇത് രണ്ടും EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ്. എന്നാൽ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന കൃതി എഴുതിയത് PK ബാലകൃഷ്ണനാണ്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ ഇവർ രണ്ടുപേരുമാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം? ആൻസർ ഓപ്ഷൻ സി ആണ് ഇനാമൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ് B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 കൊബാലമിൻ. ഇത്രയുമാണ് ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആർദ്രം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം എ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. പവിത്ര, അന്നപൂർണ ഇത് രണ്ടുമാണ് കേരളത്തിലെ നെല്ലിനങ്ങൾ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 4. ഡയേറിയ, ടൈഫോയിഡ്, കോളറ ഇത് 3മാണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് രണ്ടും ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ളവയാണ്. തെറ്റായ ജോഡി ഏതാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. അതാണ് തെറ്റായിട്ടുള്ള ജോഡി. സംയുക്തവും സംയുക്തത്തിലെ ആറ്റങ്ങളുമാണ് ഈ ജോഡിയിൽ നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. അലക്കുകാരം അതിൽ ഉൾപ്പെടുന്ന ആറ്റങ്ങളാണ് സോഡിയം, കാർബൺ, ഓക്സിജൻ. പഞ്ചസാര സംയുക്തത്തിൽ ഉൾപ്പെടുന്ന ആറ്റങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൽ ഉൾപ്പെടുന്ന ആറ്റങ്ങളാണ് കാർബണും ഓക്സിജനും. തെറ്റായിട്ടുള്ളത് വിറ്റാമിൻ സി ആണ്. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മഗ്നീഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. ഇതിൽ രണ്ടിലുമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 15 സെന്റിമീറ്റർ. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ആൻസർ ഓപ്ഷൻ എ ആണ്, ദൂരം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഇത് രണ്ടും നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 6 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഈ 80 GK ആണ് ആ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.